leadership is the foundation upon which excellence is built. We now invite Mr. P. Hafizullah, Manager, Creative Public School, to present the Presidential Address. പടച്ചതമ്പുരാൻ്റെ എല്ലാവിധ ശാന്തിയും സമാധാനവും നമ്മളിലേവരെയും വർഷിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. 12ാമത് സ്കൂൾ ആനിവേഴ്സറി ഇന്നിവിടെ നടക്കാൻ പോവുകയാണ്. ഈ സദസ്സിൽ നമുക്ക് ഏറ്റവും സന്തോഷം ഉള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള ബഹുമാനപ്പെട്ട വിദ്യുച്ഛക്തി മന്ത്രി കൃഷ്ണൻകുട്ടി സാർ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഏറെ സന്തോഷം നൽകുന്നു. അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കുള്ള അഗാധമായ സന്തോഷം നാം ഇവിടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പൽ, അതുപോലെ ഇവിടെ ആശംസാ പ്രസംഗത്തിനെത്തിയ ഡോക്ടർ നാസർ സാഹിബ്, അദ്ദേഹം നമ്മുടെ സ്കൂളിൻ്റെ ശരിക്കും 12 വർഷത്തെ നമ്മുടെ ഈ വഴിത്താരയിൽ നമുക്ക് ഏറ്റവും നമ്മുടെ സ്കൂളിൻ്റെ അടിസ്ഥാനപരമായ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു നമ്മുടെ അഫിലിയേഷൻ. അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും കഠിനമായ പ്രയത്നം നമ്മളെ കൂടെ നിന്ന് നിർവഹിച്ച ആളാണ് ഡോക്ടർ നാസർ സാർ. അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് ഏറെ സന്തോഷം നൽകുന്നു. അതുപോലെ ഇവിടെ സ്റ്റേജിലിരിക്കുന്ന മാനേജ്മെൻറ്റ് കമ്മിറ്റി പ്രതിനിധികൾ, അതുപോലെ ഇവിടെ കൂടിയ രക്ഷിതാക്കൾ, മക്കൾ, ഞാൻ എൻ്റെ വാക്കുകൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, വളരെ ചുരുക്കുകയാണ്. നമ്മുടെ 12 വർഷത്തെ നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനം വളരെ വളരെ ഗ്രാജ്വലായിട്ട് നമ്മളുടെ വളർച്ച ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ പ്രദേശം കൊല്ലങ്കോട്, ചിറ്റൂർ, വണ്ടിത്താവളം, അതുപോലെ തന്നെ കൊടുവായൂർ, തത്തമംഗലം, ഇങ്ങനെ തുടങ്ങിയ ഈ പ്രദേശത്താണ് നമ്മുടെ സ്കൂളിൻ്റെ ഏകദേശം 75% കുട്ടികളും ഇവിടെ പഠിക്കുന്നത്. സ്കൂൾ നമ്മൾ 75% കുട്ടികളും പഠിക്കുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ പ്രത്യേകത, നമ്മൾ ഏകദേശം 98% കുട്ടികളും ഇവിടെ വാഹനത്തിനാണ് ഇങ്ങോട്ട് വരുന്നത്. ബാക്കിയുള്ള വളരെ 2% കുട്ടികൾ മാത്രമാണ് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നെല്ലാം വരുന്നത്. അപ്പം പ്രത്യേകിച്ചും നമ്മൾ അതിൽ നോക്കുന്നത് കുട്ടികളുടെ അക്കാഡമിക്കലായിട്ടുള്ള വളർച്ചയ്ക്കൊപ്പം ധാർമ്മികപരമായിട്ടുള്ള അവിടെ ഉന്നമനവും കൂടാതെ അവരുടെ സുരക്ഷയും, ഇതാണ് നമ്മൾ പ്രധാനമായും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഓരോ വർഷവും നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ അക്കാഡമിക് രംഗത്തുണ്ടാകുന്ന വളർച്ചയിൽ വലിയ ഈ ഒരു കാലയളവിൽ നമുക്ക് നല്ലൊരു വളർച്ച നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ചും നമ്മൾ അവസാനത്തെ കഴിഞ്ഞ വർഷവും ഈ വർഷവുമായി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന മൂവിങ് ക്ലാസ് സിസ്റ്റം വളരെ വിജയകരമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ടീച്ചർക്കൊരു ക്ലാസ് സിസ്റ്റം, അതിലേക്ക് കുട്ടികൾ വന്ന് ചേരുകയാണ്, ഓരോ പീരീഡിലും വന്ന് ചേരുന്നത്. മാത്രമല്ല ഇനി CBSE നടപ്പിലാക്കാൻ പോകുന്ന സയൻസ്, ടെക്നോളജി, അതുപോലെ ആർട്സ്, ഇത് ഇങ്ങനെ തുടങ്ങി CBSE വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് സ്ട്രീം എന്നുള്ള സിസ്റ്റത്തെ നമ്മൾ അത് വെച്ച് നമ്മൾ അടുത്ത വർഷം മുതൽ സൈസ എന്നൊരു പരിപാടിക്ക് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയ, കുട്ടികളുടെ ഇൻവോൾവ്മെൻറ്റ് അതും അതിലെടുത്ത് ഏറ്റവും വിജയകരമായി അതിനെ ഏത് രീതിയിൽ അക്കാഡമിക് തലത്തിലേക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും, പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ള പുതിയ സിസ്റ്റം അടുത്ത വർഷം മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇവിടെ ആനുവൽ ഡേ നടക്കുന്ന എല്ലാ കലാപ്രതിഭകൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഇവിടെ കൂടിയ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അതുപോലെ നമ്മളെ ഒരിക്കൽ കൂടി ഇവിടെ നമ്മളെ ഈ ആനിവേഴ്സറി ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാനപ്പെട്ട വിദ്യാശക്തി മന്ത്രി കൃഷ്ണൻകുട്ടി സാറിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.